വെൽക്കം മൈ ഡിയർ സ്റ്റുഡൻസ്. എൻവലപ്പുമായി ബന്ധപ്പെട്ട പുതിയൊരു സെക്ഷനിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. സോ ഇൻ ദ പ്രീവിയസ് ലെക്ചർ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദ ടു പാരാമീറ്റർ ഫാമിലി ആൻഡ് ദ മെത്തേഡ് ടു ഫൈൻഡ് ദ എൻവലപ്പ് ഓഫ് ദ ടു പാരാമീറ്റർ ഫാമിലി. ഇൻ ദിസ് വീഡിയോ we will be discussing some problems regarding that section. നമ്മളൊരു ടു പാരാമീറ്റർ ഫാമിലി ഓഫ് കർവ്സും അതിൻ്റെ എൻവലപ്പും കണ്ടെത്താനുള്ള മെത്തേഡ് പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് ആണ് ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദ എൻവലപ്പ് ഓഫ് ദ ലൈൻസ് x by a plus y by b is equal to 1 where a and b are parameters connected by the relation a square plus b square is equal to c square, c being a constant. നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഫാമിലി ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈസ് ഈക്വൽ ടു 1. എയും ബിയും പാരാമീറ്റേഴ്സ് ആണ്. ഇനിയും എയും ബിയും കണക്ട് ചെയ്യുന്ന എക്സ്പ്രഷനാണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ. സി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫാമിലി ഓഫ് കർവ്സിൻ്റെ എൻവലപ്പിൻ്റെ എക്സ്പ്രഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. സോ മൂവിങ് ഓൺ ടു ദി ആൻസർ. നമുക്കറിയാം, നമുക്ക് തന്നിരിക്കുന്ന ആദ്യത്തെ എക്സ്പ്രഷനെ നമ്മൾ ഫൈ ഓഫ് എക്സ് വൈ, നമ്മുടെ ഇവിടുത്തെ പാരാമീറ്റേഴ്സ് C1 C2 പകരം എ ബി ആണ്. സോ എ ബി ഈസ് ഈക്വൽ ടു 0 വിച്ച് ഈസ് ഈക്വൽ ടു ഈ 1 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി മൈനസ് 1. സോ ദിസ് ഈസ് ആക്ച്വലി ഫൈ ഓഫ് എക്സ് വൈ എ ബി. രണ്ടാമത്തേത് എഫ് ഓഫ് C1 C2 എന്ന് വെച്ചാൽ എഫ് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ സി സ്ക്വയർ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ വിച്ച് ഈസ് എ സ്ക്വയർ plus b square minus c square is equal to 0. So these are the two expressions which is given. നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻസ് ഇവ രണ്ടുമാണ്. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള കണ്ടുപിടിക്കാൻ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത്, നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എയിൽ പാർഷ്യലി ഡെറിവേറ്റീവ് എടുക്കുകയാണ് ഈ രണ്ട് എക്സ്പ്രഷൻ്റെയും ചെയ്യുന്നത്. വിത്ത് റെസ്പെക്ട് ടു എയിൽ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എടുക്കുമ്പോൾ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് all other variables are constants. That is, mainly x and y are constants whenever we take the derivative with regards to a. Okay, so what we are going to get is, നമ്മളിവിടെ ഒരു ചെറിയ അസംഷൻ കൂടെ ചെയ്യുന്നു. പ്രീവിയസ്ലി ചെയ്ത പോലെ തന്നെ C2 is actually considered to be a variable which depends upon C1. Here similarly b is considered to be, so b depends upon a, which is our assumption. Okay, now differentiating 1 partially, ആദ്യം എക്സ് ബൈ എയുടെ പാർഷ്യൽ ഡെറിവേറ്റീവ്, എക്സ് ഈസ് കോൺസ്റ്റൻറ്റ്, സോ എക്സ് ഇൻറ്റു 1 ബൈ എയുടെ ഡെറിവേറ്റീവ്, 1 ബൈ എയുടെ ഡെറിവേറ്റീവ് മൈനസ് 1 ബൈ എ സ്ക്വയർ plus y is constant. Next is 1 by b derivative. b depends upon a, so 1 by b derivative minus 1 by b square. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എയിലാണ് എടുക്കുന്നത്, ഇൻറ്റു ഡി ബി ബൈ ഡി എ. ഓക്കെ, മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് ഈസ് 0, മൈനസ് 0. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 0. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് എക്സ്പ്രഷൻ. നമുക്കിതിനെ ത്രൂ ഔട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ മൈനസിൻ്റെ ടേംസ് നമുക്ക് റിമൂവ് ചെയ്യാം. സോ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വാട്ട് വി ആർ ഗോയിങ് ടു ഗെറ്റ് ഈസ് എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് വൈ ബൈ ബി സ്ക്വയർ ടൈംസ് ഡി ബി ബൈ ഡി എ ഇസ് ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ. ഓക്കെ, സോ ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് നമ്മൾ കൊടുക്കുന്നു. സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. നെക്സ്റ്റ് നമുക്കുള്ള രണ്ടാമത്തെ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ 2 പാർഷ്യലി. ഇക്വേഷൻ 2 എന്ന് വെച്ചാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. ഇത് ഞാൻ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ a square derivative 2a, b square derivative 2b times db by dA
മൈനസ് സി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഈസ് 0 ഈസ് ഈക്വൽ ടു 0. നമ്മൾ 2 കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്താൽ ഇത് എ പ്ലസ് ബി ഡി ബി ബൈ ഡി എ ഈസ് ഈക്വൽ ടു 0. നമ്മൾക്കിവിടെ ഡി ബി ബൈ ഡി എ നമ്മൾ എടുക്കാൻ കാരണം വി അസ്യൂം ദാറ്റ് ബി ഡിപ്പെൻഡ്സ് അപ്പോൺ എ, ഓർ ബി ഈസ് എ വേരിയബിൾ which depends upon a, and a is the independent variable. Okay. So consider this as equation number 4. നമുക്ക് ഇക്വേഷൻ നമ്പർ 1, 2, 3, 4ൽ നിന്ന് എയും ബിയും എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ഒരു എക്സ്പ്രഷനാണ് കിട്ടേണ്ടത്. ഓക്കെ. സോ അതിന് വേണ്ടി നമ്മൾ ഇക്വേഷൻ 4 എടുക്കുന്നു. ഇക്വേഷൻ 4 ഇംപ്ലൈസ് എ ഈസ് ഈക്വൽ ടു മൈനസ് ബി dB by dA, or dB by dA should be equal to minus A by B. Okay. ഇത് നമ്മൾ dB by dA ഇവിടെയുണ്ട്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വാട്ട് വി ആർ ഗോയിങ് ടു ഗെറ്റ് ഈസ് മൈനസ് dB by dAക്ക് പകരം മൈനസ് A by B എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ഓക്കെ. സോ വി ആർ ആക്ച്വലി substituting this in equation 3. So 3 implies x by a square plus y by b square times minus a by b is equal to 0. So നമ്മൾ ഈ ടേം ഇവിടെ ഈ ടേം മൈനസ് ആവും, സെക്കൻഡ് ടേം ഇത് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ ദിസ് എക്സ്പ്രഷൻ ബിക്കംസ് എക്സ് ബൈ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു വൈ ബൈ ബി സ്ക്വയർ ഇൻറ്റു ബി ഈസ് ബി ക്യൂബ് ടൈംസ് എ. ഈ മൈനസ് ടേം റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുന്നു. ഈ എ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ദിസ് എക്സ്പ്രഷൻ ബിക്കംസ് എക്സ് ബൈ എ ക്യൂബ് ഈസ് ഈക്വൽ ടു വൈ ബൈ ബി ക്യൂബ് എന്ന് നമുക്ക് കിട്ടും. സോ എക്സ് ബൈ എ ക്യൂബ് ഈസ് ഈക്വൽ ടു വൈ ബൈ ബി ക്യൂബ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈസ് ഈക്വൽ ടു 1 എന്നുള്ളതാണ്. അടുത്ത എക്സ്പ്രഷൻ എന്നുള്ളത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ എന്നുള്ളതാണ്. നമ്മൾ ആ ഇക്വേഷനുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാനാണ് അടുത്ത നമ്മുടെ ഒബ്ജക്റ്റീവ്. ഇതിൽ നിന്ന് എയും ബിയും നമ്മൾ എലിമിനേറ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ. സോ വാട്ട് വി ആർ ഗോയിങ് ടു ഗെറ്റ് ഈസ് ഈ ഇക്വേഷനിൽ നിന്ന് എക്സ് ബൈ എ ക്യൂബ് ഇസ് ഈക്വൽ ടു വൈ ബൈ ബി ക്യൂബിനെ നമ്മൾ എക്സ് ബൈ എ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു വൈ ബൈ ബി ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ എന്നെഴുതാം. കാരണം രണ്ട് എക്സ്പ്രഷനും സെയിം ആണ്. നൗ സം എ ബൈ ബി ഇസ് ഈക്വൽ ടു സി ബൈ ഡി ആണെങ്കിൽ ക്ലിയർലി എ പ്ലസ് സി ബൈ ബി പ്ലസ് ഡി. എ പ്ലസ് സി ബൈ ബി പ്ലസ് ഡിയുമായിട്ടും ഇത് സെയിം ആണ്. ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യുന്നു, ഡിനോമിനേറ്റർ തമ്മിൽ ആഡ് ചെയ്യുന്നു. ഓൾ ഓഫ് ദം ഷുഡ് ബി സെയിം. ഓക്കെ. എ ബൈ ബി ഇസ് ഈക്വൽ ടു ബി ബൈ സി ആണ്. സോ ഇവിടെ എക്ക് പകരം എക്സ് ബൈ എ എന്നും ബിക്ക് പകരം എ സ്ക്വയർ എന്നും സിക്ക് പകരം വൈ ബൈ ബി എന്നും ഡിക്ക് പകരം ബി സ്ക്വയർ എന്നും എഴുതും. സോ ദിസ് ഇംപ്ലൈസ് this is actually equal to, that is നമുക്ക് ഒന്നുകൂടെ, so x by a square should be equal to y by b square, which is equal to x by a plus y by b ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. നമ്മളിങ്ങനെ ഒരു എക്സ്പ്രഷനിലേക്ക് കൊണ്ടുവന്നതിൻ്റെ കാരണം എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി നമുക്കറിയാം, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നമുക്കറിയാം. സോ വിച്ച് ഇംപ്ലൈസ് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈസ് 1, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് സി സ്ക്വയർ. സോ വാട്ട് വി ക്യാൻ റൈറ്റ് ഈസ്, നമുക്കിതിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് ബൈ ഇതിനെ എ ക്യൂബ് ഈസ് ഈക്വൽ ടു 1 ബൈ സി സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ. സോ എ ക്യൂബ് ഈസ് ഈക്വൽ ടു സി സ്ക്വയർ എക്സ് എന്ന് കിട്ടും. സിമിലർലി വൈ ബൈ
ബി ക്യൂബ് ഈസ് ഈക്വൽ ടു ഈ എക്സ്പ്രഷൻ നിന്ന് 1/c² എന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് ബി ക്യൂബ് ഇവിടെയും c² ഇവിടെയും കൊണ്ടുപോകുമ്പോൾ ബി ക്യൂബ് ഈസ് ഈക്വൽ ടു c² എന്ന് കിട്ടും. സോ ഇതിൽ നിന്ന് എ ഈസ് ഈക്വൽ ടു ഹോൾ റൈസ് ടു 1/3 രണ്ട് സൈഡിലും എടുക്കുമ്പോൾ c²x ദ ഹോൾ റൈസ് ടു 1/3. ഈ എക്സ്പ്രഷനിൽ നിന്ന് ഈ എക്സ്പ്രഷൻ ഹോൾ റൈസ് ടു 1/3 എടുക്കുമ്പോൾ അല്ലെങ്കിൽ ക്യൂബിക് റൂട്ട് എടുക്കുമ്പോൾ ബി ഈസ് ഈക്വൽ ടു c²y ദ ഹോൾ റൈസ് ടു 1/3 എന്ന് കിട്ടും. ഓക്കെ.